പത്രമറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക ഇങ്ങനെ ആദർശ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ കാറ് എങ്ങനെ നീ വരുമ്പോഴേ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ പെട്ടെന്ന് ടെൻഷനായിട്ട് പറയാണ്, ഇല്ല ഞാൻ അത് ഡ്രൈവറോട് കൊണ്ടുവരാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനി വിഷു കഴിയുമ്പോഴെങ്കിലും നീ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എനിക്ക് ആദർശനെ ഒരുപാട് നേരമൊന്നും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എന്തായാലും വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അത് നീ കുറച്ചുകൂടെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവേണ്ട കേട്ടോ ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്തേക്കും ദേവേനി ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്കും കനക പറയുകയാണ്, എന്താ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു ആദർശ് മോൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നതെല്ലാം കേട്ടു, അതേപോലെ തന്നെ അബദ്ധങ്ങൾ പറഞ്ഞതും കേട്ടു, എന്തിനാ ഞാൻ ഇവിടെ വന്ന് നന്ദുവിനെ ഉപദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പറഞ്ഞ് തിരുത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയെ എത്തുകയാണ് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കാർ ഇവിടെ കണ്ടതാ പ്രശ്നമായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി നന്ദുവിനോട് പറയുന്നുണ്ട്, പറഞ്ഞതൊക്കെ കേട്ടായിരുന്നല്ലോ, മോള് മാക്സിമം അനിയിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, നിനക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ഇത് ദേവേനി ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മുടെ ഇങ്ങനെ അനിയുടെ കാര്യം പറഞ്ഞ് അവൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനിയോട് കനക ഇങ്ങനെ പറയാണ്, അല്ല എനിക്ക് നിങ്ങളെക്കാട്ടിയൊക്കെ ടെൻഷൻ എനിക്കാണ്, കാര്യം ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഒരു പൂജാരിയെ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കും ഗോവിന്ദൻ ഇങ്ങനെ പറയാണ്, കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ, പറയില്ലെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്തിനാ കണ്ണൊക്കെ കാണിക്കുന്നത്, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് പൂജാരി കണ്ടപ്പോൾ ഇങ്ങനെ അവളെ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് കുറച്ചുകൂടെ ടെൻഷനാവുകയാണ് ചെയ്യുക. എന്നിട്ട് കനക പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പോയില്ലേ പ്രായശ്ചിത്തക്കാവിൽ, ഞാൻ അവിടെ പോയി പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അങ്ങനെ എല്ലാ പൂജകളും ചെയ്തുകൊണ്ടിരിക്കണം, എന്തായാലും അതിനൊന്നും ഒരു കുറവ് വരുത്തണ്ട, എന്തായാലും അനി രണ്ടാം കെട്ടുകാരനാണെന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ആദർശിനെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചിന്തിക്കുകയാണ്, എന്തായാലും ഞാൻ അവിടെ ചെന്ന സമയത്ത് എല്ലാവർക്കും അവിടെ ഒരു പതർച്ചയുണ്ടായിരുന്നു, അത് അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, എങ്കിൽ എന്തായാലും അവർ രണ്ടുപേരും ഒരുമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനല്ലേ, പിന്നെ എന്തിനാ നയന എന്നോട് ഇക്കാര്യം മറച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റല്ലേ, അവൾ എന്നോടെങ്കിലും പറയേണ്ടതല്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇത്രയും ഇതായിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നയന എന്നോട് പറയാത്തത് നയനയുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ്, എന്ത് തന്നെ ആയാലും ഇനി അവർ രണ്ടുപേരെയും നീക്കങ്ങൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് കാണിക്കുന്നത് അബിയെയും അതുപോലെ തന്നെ അനഘയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അബി കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അനഘയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, വിഷു അല്ലേ, നിനക്കും മോക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കെന്തിനാ ഡ്രസ്സ്, എനിക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ഞാൻ മരിക്കാൻ പോകുന്ന എനിക്കെന്തിനാ ഡ്രസ്സ്, അതുപോലെ തന്നെ എന്നെ മൂടാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, അങ്ങനെയൊന്നും പറയല്ലേ അനഘ, നമുക്ക് എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാൻ ഗൾഫിലും നല്ല ഡോക്ടറെ കാണിച്ചതാണ്, അതുപോലെ തന്നെ നാട്ടിലുള്ള ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേഷനും ചെയ്തതാണ്, എന്നിട്ടും ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാണ് എനിക്ക് അറിയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് മനസ്സറിഞ്ഞ് എനിക്കൊരു വിഷു പോലും ആഘോഷിക്കാൻ പറ്റുന്നില്ല, ഈ വിഷുവിന് ഞാൻ മോളോടൊപ്പം ഉണ്ട്, അടുത്ത വിഷുവിന് ഞാൻ മോളോടൊപ്പം കാണുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം എൻ്റെ മോളെ നോക്കേണ്ടത് എല്ലാം നീയാണ്, എൻ്റെ മോളെ ഭാവി ഒരു തടസ്സമാവരുത് എന്നൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ്, നീ ഇത് മുന്നെയാണ് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു എന്നെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, നീ കല്യാണമൊക്കെ കഴിച്ചോ, പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ മോളുടെ ഭാവിക്കൊരു തടസ്സമാവരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആദർശേട്ടനെയും അതുപോലെ തന്നെ അവിടെയുള്ളവരെയൊക്കെ എനിക്കറിയാം. ആദർശേട്ടൻ നല്ലൊരു മാന്യനാണ്. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ കാണാതിരിക്കുന്നത് നിൻ്റെ വാക്ക് വിശ്വസിച്ച് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ്, എന്തായാലും നീ പറഞ്ഞേക്ക്, ഉടനെ തന്നെ മോളുടെ അച്ഛൻ അവിടെ അടുത്തെത്തുമെന്ന് ഇങ്ങനെ പറയാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എനിക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കും. ഒരാഴ്ച കൂടി നീ എനിക്ക് സമയം താന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നീ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി പറയരുത്. എൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. നീ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നിനക്ക് എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ എന്തായാലും ഇനി ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയും അങ്ങ് അവിടുന്ന് പോവാനായിട്ടോ ചെയ്യുക. അടുത്തായിട്ട് കാണിക്കാൻ നന്ദുവിൻ്റെ റൂമിലേക്ക് ദേവയാനിയും അതുപോലെ തന്നെ കനകയും നയനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ദേവയാനി എന്നിട്ട് പറയാണ്, ഞാൻ പ്രധാനമായിട്ട് ഇങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, മോള് SI സെലക്ഷൻ ആയതിനു ശേഷം മോൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റും തന്നില്ലല്ലോ, അതാ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെക്ലസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അത് മോളല്ലല്ലോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നെക്ലസ്സൊക്കെ എടുത്ത് ദേവേനെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും ഇനിയിപ്പം SI സെലക്ഷനൊക്കെ കിട്ടിയിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് തന്നെ ഉടനെ തന്നെ മോളെ കല്യാണം കൂടെ കഴിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയും പറയുന്നുണ്ട്, സിവിൽ സർവീസ് എഴുതണമെന്നാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അതെന്തായാലും കല്യാണം കഴിഞ്ഞിട്ടും എഴുതാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കനക, എന്തായാലും അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരനായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനിയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. മോളെപ്പോലെ നല്ല തൻ്റെ ഉള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, മോള് നല്ല മോളാണ്, അതുപോലെ തന്നെ ആൺകുട്ടികളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മോള് തന്നെയാണ് മോളും. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ മനസ്സിനും കുറച്ച് ധൈര്യമൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മോള് അനിയിൽ നിന്നൊക്കെ ഇങ്ങനെ അകലം പാലിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിനും അതിനനുസരിച്ച് ഒരു ശക്തിയും കരുത്തൊക്കെ കൊടുക്കണം, എങ്കിൽ മാത്രമേ അനാമികയും അനിയും തമ്മിൽ ഒത്തുപോകത്തുള്ളൂ. മോള് അടുക്കും തോറും അവർ തമ്മിലുള്ള ബന്ധത്തിന് അകലം കൂടുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, നിനക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഈ കാര്യം മാത്രം നിനക്ക് അനുസരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ നന്ദു. എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതെ നിന്നതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ചേച്ചി പെട്ടെന്ന് അവനോട് നിന്ന് അകലം പാലിക്കാൻ പറ്റില്ല, അത് അവന് ഭയങ്കരമായിട്ട് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട്, മോള് കല്യാണത്തിന് എന്തായാലും ഇഷ്ടപ്പെട്ട മോഡല് നയനേച്ചിയോട് പറഞ്ഞാൽ മതി, നയന തന്നെ അത് സെലക്ട് ചെയ്ത് തരും എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കല്യാണം ഞാനും ആദർശവും കൂടെ മുന്നിൽ നിന്ന് തന്നെ നടത്തും എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ട് മോളെ വിഷമിപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയുന്നുണ്ട്. അതിനുശേഷം ദേവേനി പറയാണ്, എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, എനിക്കും അത്രേ പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന ഇങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ നെക്ലസ്സൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇപ്പോൾ കിട്ടിയ ഗിഫ്റ്റിനെക്കാട്ടിയും ഏറ്റവും വലുതാണ് അനിയുമായിട്ടുള്ള സൗഹൃദം, അതുപോലെ തന്നെ അനിയുടെ സ്നേഹവും. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ അവസ്ഥയിലായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് ആദർശിനെയും ജയനെയാണ് കേട്ടോ കാണിക്കുക. അവരിങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ജയൻ ചോദിക്കുകയാണ്, നീ ഓഫീസിലുള്ളവർക്കൊക്കെ വിഷുക്കോടിയൊക്കെ കൊടുത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ നന്ദാവനത്തിൽ പോയ സമയത്തേക്കും അവിടെ അമ്മയുടെ കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അത് നയന വന്ന കാറാണെന്നാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നയന അങ്ങനെ അമ്മയുടെ കാർ എടുത്തിട്ട് പോവാൻ
പോവാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സംശയം തന്നെ എനിക്കുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വിരുന്നൊരുക്കിയത് പോലെയായിരുന്നു. ഞാൻ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് അവിടെ ചെന്നത്. എന്നിട്ട് തന്നെ ഒരു വിരുന്ന് സൽക്കാരത്തിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിങ്ങനെ റൂമിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിശ്രമിക്കുന്ന ഒരു റൂമുണ്ട്. ആ റൂമിൽ കയറാൻ പോയപ്പോൾ ആരും എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവിടെ അച്ഛനൊക്കെ അവിടെ ഭയങ്കര പൊടിയും അഴുക്കാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എങ്കിൽ പിന്നെ നീ അവിടെ കയറി നോക്കാത്തെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് അവിടെ അച്ഛനും കൂടെ ഇങ്ങനെ പറഞ്ഞതല്ലേ, പിന്നെ അവരെ അവിശ്വസിച്ചിട്ട് പിന്നെ കയറി നോക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അമ്മയും നയനയും ഇങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർ ഒന്നിക്കണേന്ന് ഞാൻ അമ്പലങ്ങളുടെ നേർച്ച വരെ നേർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അമ്മ പറഞ്ഞില്ലെങ്കിൽ പോലും നയനയ്ക്ക് പറയാനുള്ള ബാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയനും പറയാണ്, എന്തായാലും അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം അമ്മ അത്രയ്ക്ക് ഇങ്ങനെ പഴിച്ചതല്ലേ. കരൾ ദാനമായിട്ട് കൊടുത്തിട്ട് പോലും ദേവയാനി ഒരുപാട് കുറ്റങ്ങളും നയനെപ്പറ്റി പറഞ്ഞതും അതുപോലെ തന്നെ അവളെ തഴഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ. ഒരിക്കലും അവൾക്കങ്ങനെ നമ്മളോട് വന്ന് ഇങ്ങനെ സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും നയനയ്ക്ക് നിന്നോട് വന്ന് പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജയനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി എന്തായാലും ദേവയാനി അമ്പലത്തിലെന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ വീട്ടിലാണ് പോകണമെങ്കിൽ അതെന്തായാലും ഉറപ്പായിട്ടും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജയനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ്, എന്തായാലും ഇവർ തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അറിയാതെ നയന അത് എന്നോടെങ്കിലും പറയേണ്ടതല്ലേ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് നല്ല വിഷമാവും. എന്തായാലും ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയനും പറയുകയാണ്, ഇനിയിപ്പോൾ ഇത് സംശയം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും ഇതിൻ്റെ ഇത് ഉറപ്പായിട്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശം ജയനും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് കനക ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേവയാനി മോൾക്ക് നല്ലൊരു നെക്ലസ്സായിട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ വരികയാണ് ചെയ്യുക. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആവശ്യമുള്ളതുകൊണ്ടല്ലേ വാങ്ങിച്ച് കൊടുത്തത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ SA ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മോളുടെ കല്യാണമൊക്കെ ഉടനെ കാണില്ലേ, അതും ഞാനും അതുപോലെ തന്നെ ആദർശം മുന്നിൽ നിന്ന് തന്നെ നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോഴൊന്നും കല്യാണമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, മോൾക്ക് 10-24 വയസ്സായില്ലേ, ഇനിയിപ്പം കല്യാണമൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ഇവർക്ക് സിവിൽ സർവീസ് എഴുതണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി കല്യാണം കഴിഞ്ഞാലും എഴുതാമല്ലോ, അതൊക്കെ നീട്ടിയോ അല്ലെങ്കിൽ വയ്ക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അത് ഇനിയിപ്പോൾ ഇവിടെയുള്ള ഗുണ്ടകളെയൊക്കെ ഇടിച്ച് പരിവാക്കിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവർക്കും ദേവയാനി ഇങ്ങനെ വിഷു ആശംസകളൊക്കെ നേർന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് അഭി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ അഭിയാണ് വരുന്നത്. അയ്യോ, അഭിയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനിയും അതുപോലെ തന്നെ നയനയും കൂടെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് അഭി വന്നതിന് ശേഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും മുഖത്തൊരു പതർച്ച എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഞെട്ടലാണ് എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയുകയാണ്, അത് പിന്നെ ഞാൻ പലപ്പോഴും നിന്നെ പറഞ്ഞ് പറ്റിക്കാറില്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു ഗോൾഡ് റിങ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അമ്മയാവാൻ പോകുന്ന ഭാര്യയ്ക്ക് എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിരലിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ അതൊക്കെ ചേരും എന്നൊക്കെ ഇങ്ങനെ നവ്യയും പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നയനയും ദേവേനയും ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുമുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ്, എന്തായാലും മോളെ ഞെട്ടിച്ചതല്ലേ, മോനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ അഭിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അതിനുശേഷം ദേവയാനി നയനി ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനി ഇവിടെ നിന്നതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, എന്നെ അവൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണിയോടൊപ്പം ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നത്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും മോള് പോയി റെഡി ആയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കാറിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം
എന്തായാലും നല്ലൊരു വിഷു ദിവസമായിട്ട് നല്ലൊരു സന്തോഷമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാവരും നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ പക്ഷേ നന്ദുവിന് നല്ല വിഷമമാണ് കേട്ടോ. നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.